But if you wanna travel, then go alone. Yeah, what's the point in us if I never know? Yeah, if you're gonna leave, I'ma let you go. I'm tired of the pain. Go away. Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഹൗ ടു ഡു വീലി എന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ. ഹൗ ടു ഡു വീലി എങ്ങനെ ചെയ്യാമെന്നുള്ള. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ബ്രദറിൻ്റെ സൈക്കിളാണ്. അപ്പോൾ അവനെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ആദ്യം ഞങ്ങൾക്കൊന്ന് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ടിപ്സിലോട്ട് പോകാം. സ്റ്റാർട്ടിങ് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ടിപ്പ് പോയതിന് ശേഷം വീഡിയോയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും കമോൺ. അപ്പോൾ ഞാൻ എൻ്റെ സൈക്കിളിൻ്റെ ഒരു എന്താ പറയുക ഗിയറിൻ്റെ ഒരു ചെറിയൊരു കണക്ടറുണ്ട്. ആ സാധനം പോയിട്ട് സാധനം കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എൻ്റെ സൈക്കിൾ ഇപ്പോൾ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്ര ലേറ്റായത്. എന്തായാലും ഇപ്പോൾ ഇവൻ്റെ സൈക്കിളിൽ ചെയ്യാം. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഈ സൈക്കിളിൻ്റെ മെയിൻ പ്രശ്നം ഇതിൽ ബ്രേക്ക് ഇല്ല ഗൈസ്. ഇതാ ബ്രേക്ക് ഇല്ല സൈക്കിളിൽ. ഇവിടെ പിടിക്കാൻ ഇവിടെ വരെ ഉള്ളുവെങ്കിലും വണ്ടി നിൽക്കുന്നില്ല. ആ ഒരു പ്രശ്നം ഇപ്പോൾ സൈക്കിളിനുണ്ട്. അതുകൊണ്ട് എത്രമാത്രം പെർഫെക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ഇപ്പോൾ ഇതാണ് ബ്രേക്കിങ്. അപ്പോൾ മെയിൻലി നമ്മുടെ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിലെ ഹാൻഡ് ഏറ്റവും കോർണറിൽ ഹാൻഡ് വെക്കുക. സ്റ്റാർട്ടിങ്ങിൽ 2 ഫിംഗേഴ്സ് ഇവിടെ വെക്കുക. ഓക്കെ. ഇതാണ് ബ്രേക്കിന് ഹെൽപ്പ് ചെയ്യാൻ ഒരു പൊസിഷൻ. ഇവിടെ ഹാൻഡ് എപ്പോഴും ടൈറ്റായിട്ട് വെക്കുക. 2 ഫിംഗേഴ്സ് ഇവിടെ കൊടുക്കുക. ഓക്കെ. അപ്പം നെക്സ്റ്റ് ആയിട്ട് ബിഗിനേഴ്സ് ഇപ്പോൾ സ്റ്റാർട്ടിങ് പഠിക്കുമ്പോൾ ഗിയർ സൈക്കിളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗിയർ സൈക്കിളിൽ ഏത് ഗിയറിലാണ് നമ്മൾ തുടങ്ങുക എന്നുള്ളൊരിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ വീല്. പക്ഷേ ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു നോബ് ടയറിൻ്റെ ഈ ഒരു പൊസിഷനിലേക്ക് കയറി നിൽക്കും. ആ ഒരു കാരണം കൊണ്ട് എന്താ പറയുക ചിലപ്പോൾ നമ്മുടെ ഗിയർ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടോണ്ട് ഫസ്റ്റ് ഗിയറിനേക്കാളും സെക്കൻഡ് ഗിയറിൽ തുടങ്ങുന്നതായിരിക്കും നമുക്കൊരു എന്താ പറയുക നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം വലിയ കംപ്ലൈൻറ്റ് വരില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈയിടെ ആയിട്ട് തേർഡ് ഗിയറിൽ നിന്ന് തന്നെ ഒരു വീലിയിൽ ജമ്പ് ചെയ്താണ് ടയറിൽ കയറിപ്പോയി. അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ആ ഒരു സാധനം കിട്ടുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഗിയറിലാ പോകണമായിരിക്കും ബെറ്റർ. അപ്പോൾ ഗിയറിൻ്റെ ഇപ്പം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ നോക്കിക്കോ. ഇതിപ്പോൾ സെക്കൻഡ് ഗിയറിലാണെന്നുള്ള ഈ ഒരു പോയിന്റ് കുറച്ചും കൂടി അടുത്തെത്തി. ഫസ്റ്റിൽ എത്തുമ്പോൾ കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക ആ ഒരു പൊസിഷനിലേക്ക് പോകും. അപ്പോൾ അത് ഡേഞ്ചർ ആയതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ വീൽ ചെയ്യണമായിരിക്കും ബെറ്റർ. ഫ്രണ്ടിലും ഫസ്റ്റ് ഇടാം സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഏതായാലും സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ചെറുതാണ് സ്റ്റെൻസിന് സാധാരണ കാണാറ്. പക്ഷേ ബിഗിനറിൽ എനിക്ക് തോന്നുന്നു സീറ്റ് ഹൈറ്റ് കുറയ്ക്കുന്നതിനേക്കാളും ഒരു ലെവൽ വരെ പൊക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ എങ്ങനെ വണ്ടി പൊക്കിയെടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബൈക്കിലായാലും സാധാരണ ബ്രേക്ക് ടാപ്പ് ചെയ്തിട്ട് പൊക്കാറാണ് പതിവ്. അപ്പോൾ ഇതിൽ ബ്രേക്ക് ടാപ്പ് ചെയ്യേണ്ട വരുന്നില്ല. കാരണം ബാക്ക് ലോക്ക് ചെയ്തിട്ട് പൊക്കേണ്ടത് വരില്ല. സൈക്കിള് വലിയ ഹെവി അല്ലല്ലോ. നമ്മുടേതായ പവറിൽ പൊക്കണം. അപ്പോൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കാലിന് പവറുള്ള ആളുകളുണ്ടാവും, റൈറ്റ് കാലിന് പവറുള്ള ആളുകളുണ്ടാവും, ലെഫ്റ്റ് കാലിന് പവറുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ആ ഒരു ഞാനിപ്പോൾ റൈറ്റ് കാലിലാണ് പവർ. അപ്പോൾ ഈ ഒരു പൊസിഷന് ടോപ്പിലെത്തുമ്പോൾ നമ്മുടെ ബോഡി ഈ ഒരു ആംഗിൾ കൊണ്ടുവന്നിട്ട് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്താ പറയുക. ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ഗിയറിലാണ്. സെക്കൻഡ് ഗിയറിൽ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂളായിട്ട് പൊക്കാൻ പറ്റും. തേർഡ് ഗിയർ എന്താ പറയുക ഞാനിപ്പോൾ നോർമലി ഇപ്പോൾ റോട്ടിൽ പൊക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബാക്കിൽ 4, 5, ഫ്രണ്ട് സെക്കൻഡ് ആ രീതിയാണ്. അപ്പോൾ ലോങ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഫസ്റ്റ് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ കുറേ ലോങ് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സെക്കൻഡ് ഗിയർ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ടയർഡായി പോകും. കാരണം ചവിട്ടുന്നതിൻ്റെ ഒരു എന്താ പറയുക പവർ ഇച്ചിരി കൂടുതലായിരിക്കും. കുറച്ചും കൂടി നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ടയർഡാവുന്നുണ്ട്. ഇവിടുന്ന് ആ ഒരു എൻ്റെ ലോങ് ഉപയോഗിച്ച് പോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റാർട്ടിങ് നോർമലി അധികം ആൾക്കാരും ചെയ്യണ വീലി എന്ന് പറയുമ്പോൾ
ഈ ഒരു സംഭവമായിരിക്കും. നിന്നിട്ടുള്ള വീഡിയോ ആയിരിക്കും അധികമാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കാളും എനിക്കൊന്ന് ഇരുന്നിട്ട് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ പിന്നെ ബ്രേക്കില്ല, അതാണ് മെയിൻ സീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അടിക്കായിരുന്നു വീതി. അപ്പോൾ ഇനി റിട്ടേൺ ഇരിക്കുന്നൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് അനുസരിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം എങ്ങനെയെന്നുള്ളതിൻ്റെ ഒന്നിച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഏതായാലും ആ ഒരു വീഡിയോയിൽ പോവാം. But if you keep saying that you've got to leave, then I'm gonna be alright. As long as you tell me that we ain't running out of time. Thinking about all the things we did tonight. What a time to be alive. Just you and I. Just you and I. Only you. അപ്പോൾ ഏതായാലും നമുക്ക് എന്താ പറയുക, എൻ്റെ ബ്രദറാണിത്. അപ്പോൾ ഇവനും അത്യാവശ്യം സ്റ്റൻസ് ചെയ്യും, ഞാൻ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇവനോട് ചോദിക്കാം, അപ്പോൾ നീ നിൻ്റെ സ്റ്റണ്ടിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു. ഞാൻ പഠിച്ചത് ഷെറൂര് കണ്ടിട്ടാണ്. ഇപ്പൊ ഓന്റെ ഒക്കെ റൈഡ് പോകുന്നെങ്കിൽ എല്ലാവരും ചൊല്ലും പൊക്കിടാ. അപ്പൊ ഓൻ പൊക്കുന്നത് ഞാനിങ്ങനെ ചവിട്ടി പോന്ന്. അതുകൊണ്ട് ഓൻ എന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചാന്ന്. ഇപ്പൊ ഓൾ സെറ്റായി. ഓക്കെ, അപ്പോൾ പിന്നെ സ്റ്റൻസിന് ചെയ്യാൻ പ്ലാനുള്ളവരോടുള്ള ഒരു അഡ്വൈസ്, ഒരു കാര്യം. സ്റ്റണ്ട് പറയുന്ന കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്, കാണുന്ന ആളല്ലോ ഒരു ഇതാണ്. പിന്നെ സ്റ്റണ്ട് ചെയ്യുമ്പോക്ക് പഠിക്കുമ്പോക്ക് ഹെൽമെറ്റ് ഇട്ടു. ഓക്കെ, അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഞാനും പറഞ്ഞായിരുന്നു സേഫ്റ്റിയുടെ കാര്യം. സേഫ്റ്റി മെയിനാണ്. കാരണം ഇവനോട് ചോദിച്ചാൽ തന്നെ ഇതുണ്ടാവും. അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ട്, എനിക്കുണ്ട്. ബ്രേക്ക് പഠിച്ചോ? ഇല്ല, സീനാണ്. ഓക്കെ, അത് മെയിൻ കാര്യം. ഇവന് വീലി അടിച്ചാൽ ഞാൻ പറഞ്ഞ ഈ ഒരു പൊസിഷന് അവന് കൈ പോണില്ല. അത് എന്താ പറയുക, ശീലമായി. അപ്പോൾ അതിപ്പോൾ മാറ്റിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് വണ്ടി പോകുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ എന്താ പറയുക, നല്ല രീതിയിൽ സ്റ്റാൻഡ് ചെയ്യുക. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതന്നെ, കൈ പോകുന്നില്ല. അപ്പോൾ അത് ഫസ്റ്റ് ടൈം എല്ലാവരും ഒന്ന് റെഡിയാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഏതായാലും അപ്പോൾ ഒരു ബബായി പറഞ്ഞു. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ ഇപ്പോൾ കസിൻ്റെ വീട്ടിലായതുകൊണ്ടാണ് എപ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ട് സ്റ്റെൻസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ എന്താ പറയുക, സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ സ്റ്റെൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനെ പറ്റിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, മറ്റൊക്കെ മെസ്സേജ് ചെയ്യുക. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. See you in the next video. Bye bye.